നമസ്കാരം. വളരെയേറെ ദുഃഖത്തോടെയാണ് നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ ക്രിസ്തു സ്നേഹത്തിൻ്റെ ഏറ്റവും നിർമ്മലമായ ഭാവങ്ങൾ ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകി ജീവിച്ച സിസ്റ്റർ ഹേസ്ലെറ്റ് പുത്തേറ്റ് SD-യുടെ വിയോഗ വാർത്ത നമ്മൾ പങ്കുവയ്ക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാണ്. അത് ദൈവം ഓരോ മനുഷ്യനും നൽകുന്ന അമൂല്യമായ ദാനമാണ്. ആ ദാനം സ്വീകരിക്കുന്ന മനുഷ്യന് അത് എന്ന് മുതൽ എന്ന് വരെ എന്നത് തീരുമാനിക്കാനായിട്ട് കഴിയുന്നില്ല. അത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. നമ്മൾ ആ തീരുമാനത്തിന് സ്വയം സമർപ്പിക്കുകയാണ്. എന്നാൽ സിസ്റ്റർ ഹേസ്ലെറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ സഹോദരിക്ക് ദൈവം ജന്മം നൽകിയ ഇടുക്കിയിലെ പൂമാങ്കണ്ടത്തുള്ള പുത്തേറ്റ് കുടുംബത്തിൽ, മുരിക്കാശ്ശേരി ഇടവകയിലെ ആ ഒരു കുടുംബത്തിൻ്റെ ഭാഗമായി നിന്ന് കത്തോലിക്ക സഭയിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടി. സന്യാസ ജീവിതത്തിലേക്കുള്ള പ്രത്യേക ക്ഷണം കിട്ടി. അതും ഈശോയുടെ ശുശ്രൂഷ, ഈശോയുടെ പേരിൽ ശുശ്രൂഷ മാത്രം ചെയ്ത് ജീവിക്കുന്ന, സമർപ്പണ ജീവിതം നയിക്കുന്ന സിസ്റ്റേഴ്സ് ഓഫ് ഡെസ്റ്റിറ്റ്യൂട്ട് എന്ന മനോഹരമായ സേവന ചരിത്രമുള്ള, ശുശ്രൂഷാ പാരമ്പര്യമുള്ള SD സന്യാസിനി സമൂഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ സഹോദരി ജീവിച്ചത്. അധ്യാപികയായിരുന്നു ദീർഘകാലം. അനേകായിരം കുഞ്ഞുമക്കൾക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കുവെച്ചു കൊടുത്തു. കോതമംഗലം രൂപതയിലെ സമർപ്പിത ജീവിതത്തിൻ്റെ ചൈതന്യമായിരുന്നു. സുന്ദരമായ പുഞ്ചിരി പൊഴിച്ചുകൊണ്ടാണ് എല്ലാവരോടും സംസാരിച്ചത്. അതാരെങ്കിലും നിർബന്ധിച്ച് ആവശ്യപ്പെട്ടിട്ട് ചിരിച്ചതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. എപ്പോഴും പുഞ്ചിരിയോടുകൂടി മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. സന്യാസത്തിൻ്റെ യഥാർത്ഥ ചൈതന്യം ഉള്ളിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് പുഞ്ചിരിച്ചുകൊണ്ടല്ലാതെ ജീവിതത്തെപ്പറ്റി, ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റി ഒരാളോട് പോലും സംസാരിക്കാൻ കഴിയില്ലെന്നാണ് എൻ്റെ വിചാരം. എപ്പോഴും പുഞ്ചിരിക്കാൻ കഴിയുന്നത് ഈശോ ഉള്ളിലിരുന്ന് സ്വയം നിർബന്ധിക്കുന്നു എന്നുള്ള അനുഭവമുള്ളവർക്കാണ്. അത്തരത്തിൽ ദൈവവിളിയെ വലിയ ദാനമായി സ്വീകരിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം കൊടുക്കുന്നത് ഒരു ആഹ്ലാദമാണ് എന്ന് അനുഭവിക്കുകയും ചെയ്യുന്ന എല്ലാ ക്രൈസ്തവ സമർപ്പിതരെയും പോലെ തന്നെ സിസ്റ്റർ ഹേസ്ലെറ്റ് SD-യും ഈ ഒരു ജീവിതത്തെ വലിയൊരു ആഹ്ലാദമായി കൊണ്ടാടുകയായിരുന്നു. ആ കൊണ്ടാട്ടം ഒരാളിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല, അനേകായിരം പേരിലേക്ക് അത് പടർന്നൊഴുകുകയായിരുന്നു. അതാണല്ലോ കത്തോലിക്ക സന്യാസത്തിൻ്റെ ഒരു മഹാ സൗന്ദര്യം. അത്തരത്തിലുള്ള സൗന്ദര്യത്തിൻ്റെ ഒരു യഥാർത്ഥ ദർപ്പണമായിട്ടാണ് സിസ്റ്റർ ഹേസ്ലെറ്റ് കോതമംഗലം രൂപതയിലും ഇടുക്കി രൂപതയിലും സേവനം ചെയ്യുവാൻ അവസരം ലഭിച്ച നിരവധി മേഖലകളിലും, പ്രത്യേകിച്ച് ചെറുപുഷ്പ മിഷൻ ലീഗ് പോലെയുള്ള സംഘടനാ പ്രവർത്തനങ്ങളിൽ കുഞ്ഞു മക്കളെയൊക്കെ ഈശോയിലേക്ക് അടുപ്പിക്കുന്നതിൽ ആ പുഞ്ചിരിയും സന്യാസത്തോടുള്ള സ്നേഹവും ജീവിതത്തോടുള്ള വലിയ ആദരവും മനുഷ്യരോടുള്ള ബഹുമാനവുമെല്ലാം സ്വന്തം വാക്കിലും പ്രവൃത്തിയിലൂടെയെല്ലാം പ്രകടിപ്പിച്ചൊരു സമർപ്പിതയാണ്. കഴിഞ്ഞ ദിവസം പെട്ടെന്ന്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ്, അതും കോതമംഗലം രൂപതയിൽ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോവുകയാണ്, അല്ലാണ്ട് ആശുപത്രിയിലേക്ക് പോയതൊന്നുമല്ലല്ലോ. ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി ബസ്സിൽ കയറി പോവുകയായിരുന്നു. ബസ്സുകാരുടെ അശ്രദ്ധയാണ് എന്ന് യാത്രക്കാരെല്ലാവരും പറയുന്നു. വാതിലടയ്ക്കാതെ ബസ് ഓടിക്കുക, വളവ് തിരിഞ്ഞപ്പോൾ അതിൽ ബസ്സിൽ നിന്ന് തെറിച്ച് പുറത്തേക്ക് വീഴുക, എത്രയോ ദാരുണമായ ഒരു അപകടമാണ്. മനുഷ്യൻ്റെ അശ്രദ്ധ കൊണ്ട് വരുത്തി വയ്ക്കുന്ന ഒരു അപകടമാണ്. അങ്ങനെ വരുന്ന അപകടങ്ങളും ദൈവഹിതമാണ് എന്ന് ആ വ്യക്തിയോട് ബന്ധപ്പെട്ടവർ ഏറ്റെടുക്കാൻ, ചിന്തിക്കാൻ, ഉൾക്കൊള്ളാൻ പരിശ്രമിക്കുകയാണ്. വേദനയോടെ മാത്രമേ അത് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. ഞെട്ടലോടെ അല്ലാതെ ഈ സഹോദരിയുടെ വേർപാടിനെ പറ്റി മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ല. സന്യാസ ജീവിതത്തിൻ്റെ സൗന്ദര്യം പ്രവൃത്തിയിലൂടെയും സഭ അനുവദിച്ച ഇടങ്ങളിലെ സേവന ശുശ്രൂഷകളിലൂടെയും ആത്മാർത്ഥതയോടെ നിർവഹിച്ച ഒരു സഹോദരിയാണ് നമ്മെ വിട്ടുപോകുന്നത്. ഇടുക്കി രൂപതയിൽ ഈ സഹോദരി നിരവധി സ്ഥലങ്ങളിൽ, ഉദയഗിരി എൻ്റെ തൊട്ട് അയൽപക്കമാണ്, ഞാൻ കിളിയാറകണ്ട ഇടവകയാണ്, ഉദയഗിരി എൻ്റെ നെയ്ബർ പാരിഷാണ്. അവിടെ ഈ സഹോദരി ഉണ്ടായിരുന്നു. എല്ലാവരും വലിയ സ്നേഹത്തോടെ ഓർക്കുന്ന ഒരു മുഖമായി ശുശ്രൂഷാകാലത്ത് സേവനമർപ്പിക്കാൻ ആ സഹോദരിക്ക് കഴിഞ്ഞു. പിന്നെ മൂവാറ്റുപുഴയിൽ ആ സഹോദരിയുടെ സേവനമുണ്ടായിട്ടുണ്ട്. തൊടുപുഴയിലും തോട്ടുമുഖത്തും കോഴിപ്പള്ളിയിലും കീരമ്പാറയിലും ഊന്നുകല്ലിലുമെല്ലാം. ഊന്നുകല്ലിലായിരുന്നു അവസാന കാലത്ത് അധ്യാപികയായിട്ട് വിരമിച്ചത്. കഴിഞ്ഞ മാസം വിരമിച്ചതേ ഉള്ളൂ. അപ്പോൾ അതുവരെ വളരെ ആക്റ്റീവായി സേവനമർപ്പിച്ച ഒരു സഹോദരിയായിരുന്നു. പെട്ടെന്ന് നമ്മളെ വിട്ടുപോവുകയാണ്.
മരണത്തിൻ്റെ ആ ഒരു സുനിശ്ചിതത്വം, ജീവിതത്തിൻ്റെ അനിശ്ചിതത്വം, സന്യാസത്തിൻ്റെ ധ്യാനം മാത്രമല്ലത്, എല്ലാ മനുഷ്യ ജീവിതത്തിൻ്റെയും ധ്യാനമാണ്. എങ്കിലും ഓർത്തു പോവുകയാണ്, ഒരു 15 വർഷം കൂടി 20 വർഷം കൂടി ഒക്കെ വളരെ സുഗമമായി ദൈവ ശുശ്രൂഷ ചെയ്യാൻ അനേകായിരങ്ങൾക്ക് പ്രചോദനം നൽകാൻ കഴിയുമായിരുന്നു. അത് ദൈവഹിതമാണ് എന്ന് മനസ്സിലാക്കുമ്പോഴും പ്രിയപ്പെട്ട സിസ്റ്റർ ഹേസലറ്റ് പുത്തേറ്റ് കുടുംബത്തിൻ്റെ മാത്രമല്ല, എല്ലാവരുടെയും നൊമ്പരമായി മാറി. അതുവരെ എല്ലാവർക്കും ആഹ്ലാദമായിരുന്നു. സിസ്റ്റർ എന്തെങ്കിലും ചെയ്തതിൻ്റെ പേരിലല്ലല്ലോ, മറ്റുള്ളവരുടെ അശ്രദ്ധ കൊണ്ടാണ് ഈ ഒരു ദുരന്തത്തെ ഇതിനു വേണ്ടി ജീവിതം ബലി കൊടുക്കേണ്ടി വന്നത്. ആ വേദനയിൽ ഞങ്ങൾ പങ്കുചേരുന്നു. സഹോദരിയുടെ ആ ജീവിതം ഇവിടെ അവശേഷിപ്പിച്ചിട്ട് പോകുന്നത് വലിയ പ്രതീക്ഷയാണ്. സന്യാസ ജീവിതം ഇതുപോലെ ആഹ്ലാദകരമായി ജീവിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് പ്രിയപ്പെട്ട ഹേസലറ്റ് സിസ്റ്റർ. സന്യാസം എല്ലാവരും ആക്ഷേപിക്കുമ്പോൾ നിരവധി പേർ, ഇത് അനുഭവിക്കാത്തവരൊക്കെ ഇതിനെ സംശയത്തോടെ വീക്ഷിക്കുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും ആക്ഷേപിക്കുമ്പോഴുമൊക്കെ ഇത് ജീവിക്കാൻ വരം ലഭിച്ചവരെ സംബന്ധിച്ച് ഇതിൽ കൂടുതലൊരു സൗഭാഗ്യമില്ല എന്നതിൻ്റെ ജീവിത സാക്ഷ്യമായിട്ടാണ് സിസ്റ്റർ ഹേസലറ്റ് നമ്മുടെ എല്ലാം മുമ്പിലൂടെ ഈശോയുടെ സ്നേഹത്തിൻ്റെ പുഞ്ചിരിയായി ജീവിച്ച് കടന്നു പോകുന്നത്. അത് അപൂർവം ചിലർക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ഒരു സന്തോഷമാണ്. അത് സഭാധികാരികൾ പറഞ്ഞിട്ട് ചിരിക്കുന്നതല്ല, സഭാധികാരികൾ പറഞ്ഞിട്ട് ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതല്ല, ആരെയെങ്കിലും കാണിക്കാൻ വേണ്ടി അഭിനയിക്കുന്നതുമല്ല. അത് ഈശോ ഉള്ളിൽ നിറയുമ്പോൾ മറ്റുള്ളവരിലേക്ക് ആ ദൈവത്തിൻ്റെ സ്നേഹം ഇങ്ങനെ കരകവിഞ്ഞൊഴുകുമ്പോൾ അത് കാരുണ്യ ശുശ്രൂഷകളായി, സ്നേഹാർദ്രമായ പ്രവൃത്തികളായി അതിങ്ങനെ ഒരാളിൽ നിന്ന് ഇങ്ങനെ പകർന്നൊഴുകുകയാണ്. അത്തരത്തിൽ ലോകം മുഴുവൻ കത്തോലിക്ക സഭയിൽ 13 ലക്ഷത്തോളം സമർപ്പിതരാണ് ഈശോയുടെ സ്നേഹത്തിൻ്റെ സാക്ഷികളായി ജീവിതം സമർപ്പിക്കുന്നത്. സിസ്റ്റർ ഹേസലറ്റ് വളരെ ആത്മാർത്ഥമായി ജീവിച്ചു. കൂടെ പരിചയപ്പെട്ടവരെല്ലാവരും കണ്ണുനീരോടെ അല്ലാതെ ഈ യാത്രയയപ്പിൽ പങ്കുചേരുന്നില്ല. ഈ ഒരു വലിയ ഓർമ്മകൾക്ക് മുമ്പിൽ ഈശോയ്ക്ക് വേണ്ടി ആഹ്ലാദത്തോടെ ജീവിച്ച് കടന്നു പോകുന്ന ഈ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാനും ശിരസ് നമിക്കുകയാണ്. കണ്ടുമുട്ടിയവരെല്ലാം എത്ര നല്ല സിസ്റ്ററായിരുന്നു എന്ന് പറയത്തക്ക രീതിയിൽ ഈ ഒരു ജീവിതത്തെ ധ്യാനിക്കുകയാണ്. ഈ സിസ്റ്റർ ഹേസലറ്റിൻ്റെ ജീവിതത്തെ പറ്റിയുള്ള ഈ ഒരു ധ്യാനം അത് ക്രിസ്തു സ്നേഹത്തെ പറ്റിയുള്ള ധ്യാനം തന്നെയാണ്. ഈശോയും അങ്ങനെയായിരുന്നു. ജീവിച്ചു തീരുന്നതിന് മുമ്പ് ജീവിതം തീർക്കേണ്ടി വന്നു. ഹേസലറ്റ് സിസ്റ്ററും അങ്ങനെയാണ്. ജീവിച്ചു തീരുന്നതിന് മുമ്പ് ജീവിതം തീർക്കേണ്ടി വന്നു. മനുഷ്യൻ്റെ കാഴ്ചപ്പാടിലൂടെയുള്ളൊരു വ്യാഖ്യാനമാണ്. അത് മതിയെന്ന് ദൈവഹിതമാണ് എങ്കിൽ ഈ മതി എന്ന് പറയുന്നത് തന്നെയാണ് എൻ്റെ ജീവിതം കൊണ്ടുള്ള സ്തുതി തമ്പുരാനെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു സിസ്റ്റർ. പ്രിയപ്പെട്ട സിസ്റ്റർ ഹേസലറ്റിനും ആ വിയോഗത്തിൽ വേദനിക്കുന്ന പുത്തേറ്റ് കുടുംബത്തിനും ഒപ്പം കോതമംഗലം SD പ്രോവിൻസിനും അവിടെയുള്ള എല്ലാവർക്കും ഹൃദയപൂർവ്വം പ്രാർത്ഥനാ മഞ്ജരികൾ അർപ്പിക്കുകയാണ്. സിസ്റ്ററിൻ്റെ ആ ഒരു പ്രസന്നതയെപ്പറ്റി പറയുമ്പോൾ അത് SD സന്യാസിനി സമൂഹം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അവരിലൂടെ പ്രസരിപ്പിക്കപ്പെടുന്ന ഒരു പ്രസന്നത തന്നെയാണ്. എല്ലാവരും അങ്ങനെയാണ്. എല്ലാവരും പുഞ്ചിരിച്ചുകൊണ്ടും സന്തോഷിച്ചുകൊണ്ടും മാത്രമാണ് ഈ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിസ്റ്റർ ഹേസലറ്റും അങ്ങനെയായിരുന്നു. ആ വഴിയെ ഇനിയും കടന്നു വരട്ടെ ധാരാളം പേർ. ആ രക്തത്തുള്ളികളിൽ നിന്ന്, ആ കണ്ണുനീർ തുള്ളികളിൽ നിന്ന് ആരും കേൾക്കാതെ നിശബ്ദമായി കർത്താവിൽ അലിഞ്ഞു ചേർന്ന അവസാനത്തെ ആ പ്രാർത്ഥന നിലവിളികളിൽ നിന്ന് എല്ലാം പുതിയ ദൈവവിളികൾ ഉണരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ ഈ ജീവിതം അർത്ഥമുള്ളതാണ് എന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കാൻ ഇതുപോലെയുള്ള സന്യാസത്തിൻ്റെ കാമ്പും കരുത്തുമുള്ള ജീവിത സാക്ഷ്യങ്ങളെ കൊണ്ട് SD സന്യാസിനി സമൂഹം കരകവിഞ്ഞൊഴുകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ ഹേസലറ്റിൻ്റെ ആത്മാവിനെ നിത്യശാന്തി നേരുന്നു. വേദനിക്കുന്ന കുടുംബാംഗങ്ങളോടൊപ്പം പങ്കുചേരുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.